കൂട്ടുകാരെ നമസ്കാരം. മോദ മീൻ കൊണ്ട് തേങ്ങ അരച്ച ഒരു കറിയാണ് ഇന്നത്തെ വീഡിയോ. ഒരു തനി ആലപ്പുഴ സ്റ്റൈലിലാണ് ഈ മീൻ കറി തയ്യാറാക്കിയിട്ടുള്ളത്. 3/4 കിലോ വെള്ള മോദ മീൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആലപ്പുഴ സ്റ്റൈൽ തേങ്ങ അരച്ച മീൻകറി തയ്യാറാക്കുവാനായി ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്കെടുക്കാം. ഇഞ്ചി നീളത്തിലരിഞ്ഞത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് 1 ടീസ്പൂൺ, 3 പച്ചമുളക് നെടുകെ കീറിയത്, 5 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. മോദക്കറി തേങ്ങ അരച്ചാണ് ചെയ്യുന്നത്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ അരമുറി ചിരകിയ തേങ്ങ എടുക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയിട്ട് നന്നായി പേസ്റ്റ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി മീൻ കറി തയ്യാറാക്കുവാനായി ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടുമ്പോൾ 1 തണ്ട് കറിവേപ്പില, നീളത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ ഉള്ളിയെല്ലാം മീഡിയം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ കണക്കിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയം മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. തേങ്ങ അരച്ചതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾ പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് റോസ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. മീൻ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ ഞാനിവിടെ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 കഷ്ണം കുടംപുളി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മോദ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ചട്ടി ഒന്ന് കുലുക്കി ഈ മീനെല്ലാം ഈ മസാലയിൽ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ ആക്കി അടുപ്പത്ത് വെക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വേകുന്ന സമയം ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അടിയിൽ പിടിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുന്നത്. ഏകദേശം 30 മിനിറ്റോളം മോദ മീൻ വേകുവാനായിട്ട് എടുക്കും. ഇപ്പോൾ ഈ മീൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ മീൻ കറിയിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കുകയാണ്. ഒരു ചെറിയ പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. ഇനി കറിവേപ്പില 1 തണ്ട് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഈ താളിപ്പ് ഈ മീൻ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും ചട്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വേഗം തന്നെ അടച്ചു വെക്കുക. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ അടിപൊളി തേങ്ങ അരച്ച മീൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. വളരെ രുചിയുള്ള മീൻ കറിയുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.